ആശാ റാഫി, വൃന്ദാവനം അനിൽകുമാർ, അമല മേരി, ശ്രീനാഥ് സുബ്രഹ്മണ്യം, അരൂർ ശ്രീദേവി, ജി ബാലചന്ദ്രൻ, കൂടാതെ ബിജു കല്ലുവാതുക്കൽ. സംവിധാനം എൻ വാസുദേവ്. അസ്തമിക്കാത്ത സൂര്യൻ. ഭഗവാനെ, നാരായണ, എന്റെ പൊന്നുമോൾ ഗൗതമിയെ കാത്തോളണേ. ഗൗതമി ഒരു സ്കൂട്ടർ വേണമെന്ന് ശാഠ്യം പിടിക്കുന്നു. ഭഗവാനെ, എന്റെ കയ്യിൽ കാശില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? അവിടുന്ന് എന്ത് തീരുമാനിച്ചാലും എന്റെ കുഞ്ഞിന് നല്ലതേ വരുത്താവേ. ഗൗതമി, ദേവതി നക്ഷത്രം. ഇതാ അർച്ചന പ്രസാദം. തിരുമേനി, എന്റെ ഗൗതമിക്ക് വേണ്ടി ഒരു ഭാഗ്യസൂക്തം നടത്തണേ. ആയിക്കോട്ടെ. ഇതാ കൊച്ചാട്ടാ ചായ. ഗായത്രി ചേച്ചി എത്തിയോ? പൂക്കടയുടെ കൂടെ നീ ചായക്കടയും തുടങ്ങിയോടാ മണി. നന്നായി. ചായ എടുക്കട്ടെ ചേച്ചി? വേണ്ട മണി, ഗൗതമി എന്നെ കാത്തിരിക്കുക. പോട്ടെ. ചേച്ചി നില്ല. ഇതാ കഴിഞ്ഞ ഒരാഴ്ച ഭഗവാന് തുളസിഹാരം കെട്ടിക്കൊണ്ടുവന്നതിന്റെ കൂലി. നിന്റെ കയ്യിൽ കാശുണ്ടേൽ തന്നാ മതി, പിന്നെ ആയാലും കുഴപ്പമില്ല. ഉണ്ട് ചേച്ചി. ഇന്നാ എനിക്കറിയാം ഗായത്രി ചേച്ചിയുടെ ബുദ്ധിമുട്ട്. ആരും സഹായത്തിനില്ലാതെ കൂലിപ്പണി ചെയ്ത് മോളെ പഠിപ്പിച്ച് ഡോക്ടറാക്കുക എന്നത് കൊച്ചുകാര്യമല്ല. ഈ വർഷം കൂടി കഴിഞ്ഞാൽ ഗൗതമി ഡോക്ടറാകും, അല്ലേ ചേച്ചി? അതെ മണി, പോട്ടെ. നമ്മുടെ കാരുവേലിലെ പുതിയ ഫ്ലാറ്റില് ഇന്നു മുതൽ ജോലിക്ക് വിളിച്ചിട്ടുണ്ട്. ശരി ചേച്ചി. ഏതാ ആ കുട്ടി? നല്ല ചൈതന്യമുള്ള മുഖം. കൊച്ചേട്ടൻ അറിയില്ലേ? നമ്മുടെ തെക്കേ മഠത്തിന്റെ പിൻവശത്തെ ചായ്പില ഗായത്രി ചേച്ചിയും മകൾ ഗൗതമിയും താമസിക്കുന്നത്. ഗൗതമി മെഡിസിന് പഠിക്കുക. ഞാൻ മിക്കവാറും ദുബായിലാണല്ലോ. എന്നാലും ഞാനെന്താ ഇവളെ അറിയാതെ പോയത്? കൊച്ചാട്ടൻ അറിയാത്തതാ കൊച്ചാട്ടന്റെ തടിക്ക് നല്ലത്. കഴിഞ്ഞ 20 വർഷം മുമ്പാ ഗായത്രി ചേച്ചി 2ഓ 3ഓ വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് ഈ സിറ്റിയിലെത്തിയത്. അന്നു മുതൽ അന്തസ്സായിട്ട് വേല ചെയ്ത അവര് ജീവിച്ചതും ആ കുഞ്ഞിനെ വളർത്തി പഠിപ്പിച്ചതും. ഇപ്പൊ അവള് MBBS പഠിത്തം കഴിയാറായി. കൂലിപ്പണിക്ക് പോയാലൊന്നും മകളെ ഡോക്ടറാക്കാനുള്ള പണം ഉണ്ടാകത്തില്ലെന്നേ. എന്റെ മോനിതാ 1 കോടി രൂപ കൊടുത്താ മണി ഈ വർഷം മെഡിസിൻ അഡ്മിഷൻ വാങ്ങിയത്. അങ്ങനെ ഏക്കുമ്പോക്കും അറിയാത്ത ഡോക്ടറായിട്ട് ആളെ കൊല്ലാനല്ലയോ? കൊച്ചേട്ടൻ മാറിക്ക്, എനിക്കിത്ര ജോലിയുണ്ട്. എടാ മണി, ഞാൻ ഉള്ള കാര്യമാ പറഞ്ഞത്. മനസ്സിലായി. അതൊക്കെ ഇരിക്കട്ടെ, അവരുടെ ഭർത്താവ് എന്തിയേ? എനിക്കറിയില്ല. പരദൂഷണത്തിന് കച്ചകെട്ടി ഇറങ്ങിക്കൊള്ളും ഓരോരുത്തന്മാർ. മോളെ ഗൗതമി, കതവ് തുറക്ക്. നീ ഒരുങ്ങിക്കഴിഞ്ഞോ? അമ്മ എന്താ ഇത്രയും താമസിച്ചത്? നേരത്തെ പോയെങ്കിലേ എനിക്ക് സമയത്തിന് ക്ലാസ്സിലെത്താൻ പറ്റൂ. അമ്മയോട് ഞാൻ എത്ര ദിവസമായി പറയുന്നു എനിക്കൊരു സ്കൂട്ടർ വാങ്ങിത്തരാൻ. ഒരു പുസ്തകം വേണമെന്ന് പറയുന്നത് പോലെയാണോ മോളെ സ്കൂട്ടർ എന്നൊക്കെ പറഞ്ഞ? ഒത്തിരി കാശ് വേണ്ടേ? നിനക്ക് എല്ലാ നന്മകളും ഈശ്വരൻ തന്നിട്ടുണ്ട്. കൂടുതൽ പ്രാർത്ഥിച്ചാൽ മതി. എന്റെ മോൾക്ക് ദൈവം എല്ലാം തരും. തരും. എനിക്കറിയാൻ വയ്യാഞ്ഞതല്ലമ്മേ. എനിക്കെന്താ ഉള്ളത്? ഒരു വീടുണ്ടോ? അഡ്രസ് ഉണ്ടോ? ബന്ധുക്കളുണ്ടോ? ജന്മം നൽകിയ അച്ഛനെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരാളുണ്ടോ? ഗൗതമി, നിർത്ത്. നിന്റെ സംസാരം അതിര് കടക്കുന്നു ഗൗതമി. നീ പറഞ്ഞത് ശരിയാ. നിനക്ക് ജന്മം തന്ന മനുഷ്യനെ എനിക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞുള്ളൂ. നിന്റെ അച്ഛനായി സമൂഹത്തിന് മുന്നിൽ കൊണ്ടു നടക്കാൻ വിധി എന്നെ അനുവദിച്ചില്ല. പുരാണം കേൾക്കാൻ എനിക്ക് നേരമില്ല. ഇനി വണ്ടി കിട്ടി ഏത് നേരത്തെ ഞാൻ ക്ലാസ്സിലെത്തും? മിക്കവാറും ഇന്ന് നടക്കേണ്ടി വരും. ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. ഗൗതമി മുൻപെങ്ങും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഭഗവാനെ, സ്നേഹം മടക്കി വാങ്ങുകയാണോ എല്ലാവരും? ഗായത്രിയെ, ഇന്ന് ജോലിക്ക് പോണില്ലേ? എന്തേ വല്ലാണ്ടിരിക്കുന്നേ? മേഘന ചേച്ചിയോ? ജന്മം നൽകിയ പിതാവിനെ മക്കൾ കണ്ടിട്ടില്ലെങ്കിലും
അയാളുടെ സാമീപ്യം അനുഭവിച്ചിട്ടില്ലെങ്കിലും പ്രസവിച്ച അമ്മയ്ക്ക് മനസ്സിലാകും. പലപ്പോഴും മക്കളിൽ അച്ഛന്റെ സ്വഭാവം പ്രകടമാക്കുന്നത് അല്ലേ മേഘന ചേച്ചി? അയ്യോ, അത് പിന്നെ പറയണോ? എന്താ ഗായത്രി നിനക്ക് ഇപ്പോഴിങ്ങനെ തോന്നാൻ? ഗൗതമിയുടെ കണ്ണുകളിൽ ഞാൻ ആ ഭാവം കണ്ടപ്പോൾ ഓർത്തു പോയതാ മേഘന ചേച്ചി. വീട്ടു ജോലിക്ക് ചെന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കാമെന്നും പറഞ്ഞ് ആരും അറിയാതെ കുടുംബ വീട്ടിൽ കൊണ്ടുചെന്ന് താമസിപ്പിച്ച് 8 മാസം ഗർഭിണിയായപ്പോൾ അമേരിക്കയിൽ നിന്ന് അവന്റെ അമ്മയും ബന്ധുക്കളെല്ലാം കൂടി വന്ന് പെരുവഴിയിലേക്ക് അടിച്ചിറക്കി വിട്ടതല്ലേ? ആ വൃത്തികെട്ടവനെ ഓർക്ക പോലും ചെയ്യരുത് ഗായത്രി. അവന്റെ പണവും തറവാട്ട് മഹിമയും ദ്രോഹി ചെകുത്താൻ. പക്ഷേ കാലം എന്നെ ജീവിപ്പിക്കുകയായിരുന്നല്ലോ. ഞാൻ എത്രയോ കടമ്പകൾ തരണം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്റെ മോളെയും കൊണ്ട്. ഇനി കരയാൻ ഈ ഗായത്രിക്ക് മനസ്സില്ല. ഇന്നെന്താ ഗായത്രിക്ക് പറ്റിയത്? എന്നാ പറ്റാനാ മേഘന ചേച്ചി? ഗൗതമിക്ക് ഒരു സ്കൂട്ടർ വാങ്ങുന്നതിനെ പറ്റിയ എന്റെ ചിന്ത. അതെന്താ, വലിയ വിലയുള്ളതാണോ? പിന്നെ അപ്പോ ഞാൻ ഇറങ്ങുവാ. വൈകിട്ട് കാണാം മേഘന ചേച്ചി. പോയച്ചു വാ ഗായത്രി. എടോ ഗൗതമി, ഈ കോഫി ഹൗസിന്റെ ഡോക്ടേഴ്സ് മുറിയിൽ നിന്നെ വെയിറ്റ് ചെയ്ത് ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ 1 ആയി. ദാ കോഫി കുടിക്ക്. സോറി ബിലഹരി, ഞാൻ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാ ദുബായിന്ന് പപ്പയും മമ്മിയും വിളിച്ചത്. എന്റെ പപ്പയും മമ്മിയും നല്ല തിരക്കുള്ള ഡോക്ടേഴ്സ് അല്ലേ? ഗൗതമി, താൻ ഭാഗ്യവതിയാടോ. സ്റ്റേറ്റ്സിൽ ഡോക്ടർമാരായ എന്റെ ഡാഡിയും മമ്മിയും ആഴ്ചയിൽ ഒരു ദിവസം പോലും എന്നെ വിളിക്കാറില്ല. നമ്മളും അവിടെ ഡോക്ടർമാരാകുമല്ലോ. ബിലഹരിയുടെ ഡാഡി മമ്മിയും വിളിച്ചില്ലെങ്കിൽ എന്താ? ബിലഹരിക്ക് വേണ്ടി അവർ ബംഗ്ലാവുകളും എസ്റ്റേറ്റുകളും വാങ്ങി കൂട്ടുന്നുണ്ടല്ലോ. ഡ്രസ്സ് മാറും പോലെയല്ലേ ബിലഹരി കാറുകൾ മാറുന്നത്. ബിലഹരിയുടെ പോത്തങ്കോട് ബംഗ്ലാവ് കാണാൻ നമ്മൾ പോയില്ലേ എസ് ക്ലാസ് ബെൻസിൽ? സൂപ്പർ വണ്ടിയാ കേട്ടോ. എന്റെ കോടികളുടെ സ്വത്തുക്കളെക്കാൾ വലുത് എനിക്ക് ഗൗതമിയുടെ സ്നേഹമാണ്. സത്യം. എല്ലാ സ്നേഹത്തിനും അടിസ്ഥാനം പണമാണ്. എന്താ ഗൗതമി അങ്ങനെ പറഞ്ഞത്? ഏയ്, അതുകൊണ്ടല്ലേ നമ്മുടെ പേരൻസ് ദുബായിലും സ്റ്റേറ്റ്സിലും ഒക്കെ പോയി പണം ഉണ്ടാക്കുന്നത്. അത് കള. ഞാൻ എത്ര തവണ തന്നെ എന്റെ ബംഗ്ലാവിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഗൗതമി ഒരിക്കൽ പോലും എന്നെ നിന്റെ ഫ്ലാറ്റിൽ കൊണ്ടുപോയിട്ടില്ലല്ലോ. അതിനെന്റെ പേരൻസ് ദുബായിലല്ലേ ബിലഹരി? അകന്ന ബന്ധത്തിലുള്ള അങ്കിളും ആന്റിയും അല്ലേ ഫ്ലാറ്റിലുള്ളൂ. ഞാൻ എപ്പോഴും ഹോസ്റ്റലിലല്ലേ. താൻ പോകുന്നതിന് പിറകെ ഒരു ദിവസം വണ്ടിയെടുത്ത് ഞാനങ്ങ് വരും. നോക്കിക്കോ. നമ്മുടെ ഹൗസ് സർജൻസി കഴിഞ്ഞ ഉടൻ നമ്മുടെ വിവാഹം നടക്കുമല്ലോ അല്ലേ? ഞാൻ ഓക്കെയാണ്. പക്ഷേ ഗൗതമിയുടെ പപ്പയും അമ്മയും സമ്മതിക്കുമോ? ആരും അറിയാതെ ആദ്യം നമുക്ക് രജിസ്റ്റർ മാരേജ് നടത്താം ബിലഹരി. പിന്നീട് നമുക്ക് പേരൻസിനെ അറിയിച്ചാൽ മതി. അത് മതി. നിന്റെ ഇഷ്ടമാണ് എന്റെ സമ്മതം. ബിലഹരി, ഞാൻ പോട്ടെ. ഓക്കെ. ഹലോ അമ്മേ. മോളെ ഗൗതമി. എന്താ അമ്മേ? മോളെ, സ്കൂട്ടർ വാങ്ങാൻ എത്ര രൂപ വേണ്ടി വരും? അമ്മേ, 20,000 രൂപ കൊടുത്താ എന്റെ കൂട്ടുകാരി അവളുടെ വണ്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 20,000-മോ? ഓഹ്, കട്ട് ചെയ്തു. ചുമ്മാ ആശിപ്പിച്ചു. അമ്മയെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ഗായത്രിയോ, വാ ഇരിക്ക്. മേഘന ചേച്ചി, ഈ സ്ഥാപനത്തിൽ നിന്ന് വീട്ടുവേലയ്ക്കോ രോഗികളെ ശുശ്രൂഷിക്കാൻ പോകാനോ ഞാൻ തയ്യാറാ. പക്ഷേ 25,000 രൂപ അഡ്വാൻസായി ആരെങ്കിലും തരുമോ? ഗായത്രി, തനിക്ക് ഭാഗ്യമുണ്ട്. അതാ ഞാനിപ്പം തന്നെ വിളിപ്പിച്ചത്. ഒരു ബൈസ്റ്റാൻഡറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. 25,000 രൂപ അവർ അഡ്വാൻസ് തരും. പക്ഷേ സീരിയസ് ആയി കിടക്കുന്ന ഒരു പേഷ്യന്റിന്റെ കൂടെ രാവും പകലും നീ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കേണ്ടി വരും. കുറച്ച് കഷ്ടപ്പാടാ. എന്തു പറയുന്നു? ഈശ്വര, അതൊരു നല്ല കർമ്മം കൂടിയല്ലേ. ഞാൻ റെഡി. അപ്പോൾ എഗ്രിമെന്റ് സൈൻ ചെയ്തോളൂ. ദാ ഈ 3 ഒപ്പിട്. അവിടെ മതിയോ? ഇതിൽ കൂടി ഒന്ന് ഒപ്പിട്ടേക്ക്. ഈ കടലാസ് ഗായത്രിയുടെ കയ്യിൽ വെച്ചോളൂ. എന്നാ വാ പോകാം. ആ കാറിലോട്ട് കയറിക്കോ. പിന്നെ നേരത്തെ പലയിടത്തും ബൈസ്റ്റാൻഡറായി നിന്നിട്ടുണ്ടെന്ന് വേണം അവരോട് പറയാൻ.
ആ ശരി ചേച്ചി. ആ വാ. എന്താ ഗായത്രി അവിടെ നിൽക്കുന്നത്? മേഘന ചേച്ചി, പേഷ്യന്റ് ഈ മെഡിക്കൽ കോളേജിലാണോ കിടക്കുന്നത്? അതെ, പേവാർഡില. എന്താ? ഇല്ല, ഒന്നുമില്ല. ഈശ്വര, എന്റെ ഗൗതമി ഇവിടെയാണല്ലോ. എഗ്രിമെന്റ് ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. ഇനി പിന്മാറാൻ പറ്റില്ല. പിന്മാറിയാൽ പ്രശ്നമാകും. കാശും കിട്ടത്തില്ല. ഓ, ഒന്ന് വേഗം വാ ഗായത്രി, മഴയും വരുന്നു. ഇപ്പൊ ഇടിച്ചു കുത്തി പെയ്യാൻ തുടങ്ങും. നടന്നോ, ഞാൻ കൂടെ ഉണ്ട്. ഇവരാണോ മേഘനെ താൻ പറഞ്ഞ ബൈസ്റ്റാൻഡർ? അതെ സാർ, ഇവർ നന്നായി പേഷ്യന്റിനെ നോക്കിക്കോളും. എക്സ്പീരിയൻസ് ഉണ്ട്. ദാ ചോദിച്ച 25,000 രൂപ. ഉത്തരവാദിത്തം വേണം, കേട്ടല്ലോ. ചാകത്തുമില്ല, കട്ടിൽ ഒഴിയത്തുമില്ല. അതാ ഈ പേഷ്യന്റിന്റെ അവസ്ഥ. ഞാൻ നന്നായി നോക്കാം സാർ. ആ, ആളായിട്ട് അവിടെ ഉണ്ടായാൽ മതി. എന്താ സാർ? ഒന്നും പറഞ്ഞില്ല. അയാള് പോയി. എന്റെ കമ്മീഷനിങ് എടുക്കട്ടെ. ഇന്നാ ഗായത്രി, ബാക്കി 22,000 രൂപ. എവിടെയോ പോണോന്ന് പറഞ്ഞില്ലേ? 5 മിനിറ്റിനകം ഇങ്ങ് എത്തണം. ഞാൻ ഇപ്പൊ വരാം മേഘന ചേച്ചി. 5 മിനിറ്റ് മതി. എന്താ അമ്മേ, അമ്മ നനഞ്ഞല്ലോ. എന്തിനാ മഴയത്ത് ഈ സന്ധ്യയ്ക്ക് അമ്മ വന്നത്? വാർഡൻ വന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങ് പേടിച്ചുപോയി. അമ്മയുള്ളപ്പോൾ എൻ്റെ മോൾ എന്തിനാ പേടിക്കുന്നത്? ഇന്നാ 20,000 രൂപയുണ്ട്. മോള് സ്കൂട്ടർ എടുത്തോളൂ. പിന്നെ സൂക്ഷിച്ചൊക്കെ വേണം ഓടിക്കാൻ. അമ്മേ, എന്നാ അമ്മ പോകട്ടേടാ. പിന്നെ മോളെ ഗൗതമി. എന്താ അമ്മേ? ഇവിടെ പേവാർഡിൽ നമ്മുടെ അടുത്തുള്ള ഒരു പേഷ്യൻ്റ് കിടക്കുന്നുണ്ട്. അമ്മ കുറച്ച് ദിവസം ആ പേഷ്യൻറ്റിനെ നോക്കാൻ ഇവിടെ ഉണ്ടാവും. ഇവിടെയോ? ഒഴിവാക്കാൻ പറ്റിയില്ല. കൂട്ടുകാർക്കൊപ്പം നീ അങ്ങോട്ട് വരണ്ട. വന്നാലും എന്നെ പരിചയപ്പെടുത്തണ്ട. ആ, മോള് കയറിപ്പൊയ്ക്കോ. ദാ ഞാൻ എത്തി മേഘന ചേച്ചി. ഗായത്രി, പേഷ്യന്റിനെ ഇട്ടേച്ച് ഇവിടെ നിന്ന് മനുഷ്യനും പോയി. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. പേഷ്യന്റിനെ നന്നായി നോക്കിക്കൊള്ളണം. ഞാൻ പോവാ. ഹോ, എൻ്റെ എത്ര സമയമാണ് നഷ്ടമായത്. പണ്ടാരം പിടിച്ച മഴ. ആ കുടയിങ്ങിതാ. ഗായത്രിക്ക് ഇവിടെ എന്തിനാ കൂടാ? ഇങ്ങോട്ട് തന്നേക്ക്. ആ പടി തെന്നുന്നുണ്ട്. പതുക്കെ ഓട്. ഈ മുറിയിൽ ഇരുട്ടാണല്ലോ. ലൈറ്റിന്റെ സ്വിച്ച് എവിടെ? ഓ ഭാഗ്യം, ലൈറ്റ് കത്തി. ദൈവമേ, അസ്ഥിപഞ്ജരം പോലൊരു രൂപം ബെഡിൽ കമിഴ്ന്നു കിടക്കുകയാണ്. ഗ്ലൂക്കോസ്, ഓക്സിജൻ കുറ്റി തുടങ്ങി ജീവൻ രക്ഷാ സാധനങ്ങളെല്ലാം ചുറ്റുമുണ്ട്. ഭഗവാനെ, ഈ മനുഷ്യൻ ഉറങ്ങുക തന്നെയാണോ? മേശപ്പുറത്ത് ഫ്ലാസ്കും പാത്രവും പൊതികളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത്തിരി ചൂടുവെള്ളം കൊടുക്കാം. ദേ, ഒന്ന് തിരിഞ്ഞു കിടക്കണേ. ഇത്തിരി ചൂടുവെള്ളം കുടിക്കാം. വയ്യ വയ്യ. ഭഗവാനെ, ഞാൻ എന്തായി കാണുന്നത്? ഇത് അദ്ദേഹമല്ലേ? വെള്ളം താ, വെള്ളം. എനിക്കെന്താ ആരും വെള്ളം പോലും തരാത്തത്?
ഇതാ കുടിക്കൂ. കുറച്ചുകൂടെ ആ ആ മതി. കാലം എന്തിന് വീണ്ടും ഇദ്ദേഹത്തെ എന്റെ മുന്നിൽ എത്തിച്ചു? 23 വർഷങ്ങൾക്ക് ശേഷം, അതും ഈ അവസ്ഥയിൽ. ഒരിക്കൽ എന്റെ സർവസ്വവുമായി കരുതി ഞാൻ സ്നേഹിച്ച മനുഷ്യൻ, ഗർഭിണിയായിരുന്ന എന്നെ പെരുവഴിയിൽ ഇറക്കിവിട്ട മനുഷ്യൻ, ആ മുഖം മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിരുന്നെങ്കിലെന്ന് ഞാൻ പ്രാർത്ഥിച്ച നാളുകൾ. ഒരിക്കൽ പോലും ജന്മം നൽകിയ അച്ഛനെ ഒരു നോക്ക് കാണാൻ ഭാഗ്യം കിട്ടാതെ പോയ എന്റെ മകൾ ഗൗതമിയുടെ കണ്ണുനീർ. പക്ഷേ ഈശ്വര, പകയല്ല, ദയ മാത്രമാണല്ലോ ഇപ്പോഴെന്റെ മനസ്സിൽ. ദൈവമേ, കാലത്തിന്റെ തിരിച്ചടി ഒരു ചുഴലിക്കാറ്റ് എനിക്ക് ചുറ്റും വീശിയടിക്കുന്നു. ഒരിക്കലും തമ്മിൽ കാണാതെ ഇരുന്നെങ്കിൽ. ഇന്നാ ഈ ടാബ്ലറ്റ് രാത്രി ഉണരുവാണേ കൊടുത്താൽ മതി. ഉണർന്നാലും ആ മനുഷ്യൻ കണ്ണു തുറക്കുകയല്ല. അതാ അങ്ങേരുടെ ഒരു സ്റ്റൈൽ. പുതിയ ബൈസ്റ്റാൻഡറാ? മേഘന പറഞ്ഞായിരുന്നു. ഗായത്രി അല്ലേ? ഈ പാവത്തിനെ നോക്കാൻ ആരുമില്ല. ഭാര്യയും മക്കളും സഹോദരങ്ങളും ഒക്കെ ഉണ്ട്. പറഞ്ഞിട്ട് എന്താ കാര്യം? പെട്ടെന്ന് മരിക്കാൻ എന്തെങ്കിലും പോയിസൺ ഡോക്ടറോട് ചോദിച്ച പേഷ്യന്റാ ആ കിടക്കുന്നത്. ജീവിതം എത്ര ചെറുതാണ്. അതിനിടയിലെ പകയും വിദ്വേഷത്തിനും ശത്രുതയ്ക്കും എന്തർത്ഥം? നമ്മുടെ കയ്യിലുള്ളതൊക്കെയും എത്ര വിലപ്പെട്ടതായിരുന്നു എന്ന് അതൊക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴേ നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. അതെ അതെ. പിന്നെ പേഷ്യന്റിനെ ശ്രദ്ധിച്ചോളണേ. ഇതുപോലുള്ള പല പേഷ്യൻസും രാത്രി ഈ ബാൽക്കണിയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എന്താ ഗായത്രിക്ക് പേടിയുണ്ടോ? ഇല്ല സിസ്റ്റർ, ചെല്ല്. മഴയാ, ചിലപ്പോ പ്രേതങ്ങൾ ഇറങ്ങും. എന്തേലും ആവശ്യമുണ്ടേ വിളിച്ചാ മതി ഗായത്രി. ഓ ശരി. ഗായത്രി 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 എവിടെ? ഗായത്രി എവിടെ? തകർന്നുടഞ്ഞ ഭൂതകാലത്തിന്റെ ഓർമ്മകൾ ഈ മനസ്സിൽ ശേഷിക്കുന്നുണ്ടാവുമോ? ഗായത്രി, പാവം ഗായത്രി, ഞാൻ ചതിച്ചു. ഇത്തിരി കഞ്ഞി തരട്ടെ? ഗായത്രി വന്നു അല്ലേ? എന്നെ കാണാൻ ഗായത്രി വന്നു? അതെ, ഞാൻ വന്നു. എങ്ങനെ അറിഞ്ഞു ഞാൻ കിടപ്പിലാണെന്ന്? അച്ഛനോട് പക മാത്രമുള്ള ഗൗതമിയുടെ നിർബന്ധ ബുദ്ധിയുടെ പരിണിത ഫലമായിരുന്നല്ലോ 23 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള ഈ കൂടിക്കാഴ്ച. ഈശ്വര, എത്തേണ്ടിടത്ത് എത്തിക്കാൻ ഒരാൾക്കല്ലേ കഴിയൂ? ഈശ്വരന് മാത്രം. എന്നോട് ക്ഷമിക്കൂ ഗായത്രി, എന്നോട് ക്ഷമിക്കൂ. ഞാനിന്ന് ആരുമില്ലാത്തവനാ ഗായത്രി. താനൊരു ബൈസ്റ്റാൻഡറാണ്. രോഗിയോട് തനിക്ക് കടപ്പാടുണ്ട്. എന്നോടിങ്ങനെ ക്ഷമ ചോദിക്കല്ലേ. അന്ന് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയി. അല്ലെങ്കിൽ സംഭവിക്കേണ്ടതായിരുന്നു. കഴിഞ്ഞു പോയ കാലങ്ങളോട് കണക്ക് ചോദിക്കാൻ ഇപ്പോൾ നമ്മൾക്ക് കഴിയില്ലല്ലോ. ഗായത്രി വലിയവളാ, എന്നോട് ദയ കാട്ടുന്നു. ഗായത്രി, നമ്മുടെ മോള്. ഈ കഞ്ഞി കുടിക്കൂ. നല്ല കഞ്ഞി. എന്റെ മനസ്സും വയറും നിറഞ്ഞു. എനിക്കിനി മരിച്ചാലും വേണ്ടില്ല. മരണത്തെ പറ്റി പറയണ്ട. ജീവിക്കുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി. ഗായത്രി, നമ്മുടെ മോള്, അവളുടെ അച്ഛനെ വന്നൊന്ന് കാണാൻ പറയൂ.
ഞാൻ ആ കാലുകളിൽ പിടിച്ച് മാപ്പ് ചോദിക്കാം. ആ കുഞ്ഞിനെ എന്നെ ഒന്ന് കാണിക്കൂ ഗായത്രി. ഞാൻ അവളെ മൊബൈൽ ഫോണിൽ വിളിക്കാം. ഒരൊറ്റ തവണയെങ്കിലും അവൾക്ക് അച്ഛനെ കാണിച്ചു കൊടുക്കണമെന്ന ആഗ്രഹം എനിക്കുമുണ്ടായിരുന്നു. ഗൗതമിയോ, താൻ പുതിയ സ്കൂട്ടർ എടുത്തോ? ഏയ്, ഇതെന്റെ പഴയ വണ്ടിയാ റോബിൻ. തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ബിലഹരി എവിടെ? ബിലഹരിയെ കണ്ടിട്ട് 3 ദിവസമായി. മൊബൈലും സ്വിച്ച് ഓഫാ. എടോ ഗൗതമി, അടുത്ത മാർച്ചിലേക്ക് നിങ്ങളുടെ മാരേജ് ഫിക്സ് ചെയ്തു അല്ലേ? ബിലഹരി എന്നോട് പറഞ്ഞു. ആ, അവൻ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. രാവിലെ കാട്ടാക്കടയ്ക്ക് പോയി. പിന്നെ ഗൗതമി, തനിക്ക് റാങ്ക് ഉറപ്പാണെന്ന് പ്രൊഫസർ പറഞ്ഞു. മാക്സിമം കഷ്ടപ്പെട്ടിരുന്ന് ഞാൻ പഠിക്കുന്നുണ്ട് റോബിൻ. കാട്ടാക്കട എവിടെയാ റോബിൻ ബിലഹരി പോയത്? താൻ നേരെ അങ്ങോട്ട് പോവുക? പിന്നല്ലാതെ. ചന്ദ്രഗിരി എസ്റ്റേറ്റിലുണ്ടാവും. എന്നാ വിട്ടോ, സൂക്ഷിച്ചു പോണേ. ഓക്കെ റോബിൻ. ഹലോ അമ്മേ. ഗൗതമി, നീ അത്യാവശ്യമായി ഈ വാർഡ് വരെ ഒന്ന് വന്നിട്ട് പോമോളെ. അമ്മേ, ഞാനിപ്പം പ്രാക്ടിക്കലില്ല. സമയം കിട്ടിയാ വരാം. ഫോൺ വെച്ചോ. ചന്ദ്രഗിരി എസ്റ്റേറ്റ് കൊള്ളാം, മനോഹരം. നല്ല കുളിർമയുള്ള കാറ്റ് റബ്ബർ മരങ്ങളെ തഴുകി വരികയാണ്. ഇടതൂർന്നു നിൽക്കുന്ന റബ്ബർ മരങ്ങൾക്ക് നടുവിലൂടെ സ്കൂട്ടറിൽ പോകാൻ എന്തു രസമാണ്. ഇതെന്നാ? ആ റബ്ബർ മരത്തിന് ചൂട്ടിൽ നിൽക്കുന്നത് ബിലഹരിയാണല്ലോ. ഉള്ളിലുങ്കി മടക്കി കുത്തി തോർത്തുകൊണ്ട് തലക്കെട്ടും കെട്ടി അവൻ റബ്ബർ മരങ്ങളിൽ നിന്ന് ഒട്ടുപാല് വലിച്ചെടുക്കുന്നു. ബിലഹരി, എന്താ ഇവിടെ? ഗൗതമി, ഇതല്ലേ എന്റെ സാമ്രാജ്യം. താൻ വാടോ. ദേ, ആ കാണുന്ന ഓലമേഞ്ഞ കുടില എന്റെ കൊട്ടാരം. നീ വാ. താനെന്താ അന്തം വിട്ട് നോക്കി നിൽക്കുന്നത്? ഞാൻ സത്യമാടോ പറഞ്ഞത്. ഈ എസ്റ്റേറ്റ് നടേശൻ മുതലാളിയുടേതാ. എൻ്റെ അച്ഛന് ഇവിടെ ടാപ്പിങ്ങാ പണി. ഞാനും അച്ഛനും ഈ കുടിലില്ല താമസിക്കുന്നത്. വാടക കൊടുക്കണ്ടാത്തത് സമാധാനം. നീ ബെഞ്ചിലിരിക്കെ. ബിലഹരി, നിന്റേതാണെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുനടന്ന് കാണിച്ച ബംഗ്ലാവുകളും കാറുകളും ഒക്കെ? ഓ, അതൊക്കെയാ റോബിന്റെയും സൂരജിന്റെയും ഒക്കെ അല്ലേ. ഗൗതമി ഇരിക്കെ, ഞാൻ കടുങ്കാപ്പി ഉണ്ടാക്കി കൊണ്ടുവരാം. ദൈവമേ, എന്നെപ്പറ്റിയെല്ലാം ബിലഹരിയോടൊന്ന് തുറന്നു പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ദാ, നല്ല ആവി പറക്കുന്ന കോഫി. നീ ഇതൊക്കെ കുടിക്കുമോ എന്തോ? പിന്നെ എനിക്കിഷ്ടമാ. അതെനിക്കറിയാം ഗൗതമി. നമുക്ക് കഷ്ടപ്പെട്ട് സാവകാശം തന്റെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാമെടോ. നീ കിടന്ന് പരാക്രമം കാണിക്കണ്ട. എന്താ ബിലഹരി അങ്ങനെ പറഞ്ഞത്? ഗൗതമി, നീ നിന്റെ അമ്മയെ കണ്ട് പഠിക്ക്. എനിക്ക് നിന്റെ അമ്മയോട് ഒരുപാട് ബഹുമാനമുണ്ട്. ഇപ്പോൾ പേവാറിലുണ്ട്, താൻ കണ്ടില്ലേ? എന്നെപ്പറ്റി എല്ലാം ബിലഹരിക്ക് അറിയാം. ഗൗതമി കാപ്പി കുടിക്ക. ഗൗതമിക്ക് എന്നോട് വെറുപ്പായോ? അല്ല, സ്നേഹം മാത്രം. ഞാൻ പോകട്ടെ. ഗായത്രി എവിടെ പോയി ഈ മഴയത്ത്? 2 പേർ അങ്ങയെ കാണാൻ വന്ന നേരത്തല്ലേ ഞാൻ പോയത്. അവരെവിടെ പോയോ? അവര് പോയി. ഒരു അത്യാവശ്യത്തിനാ ഞാൻ അവരെ വരുത്തിച്ചത്. ഒരാൾ എൻ്റെ അഡ്വക്കറ്റാ, രാജേന്ദ്രൻ. ഗായത്രി, നിനക്കും മോക്കും വേണ്ടി എനിക്കൊന്നും. ഒന്നും വേണ്ട, അതൊന്നും ഓർത്ത് വിഷമിക്കരുത്. ദേ, ചേനയും ചേമ്പും കാച്ചിലും കപ്പയും ഒന്നിച്ചുള്ള പുഴുക്ക്, നല്ല മുളക് ചമ്മന്തിയും. ഇത് കിട്ടിയിരുന്നെങ്കിലെന്ന് രാവിലെ പറഞ്ഞിരുന്നില്ലേ? ഗായത്രി,
എല്ലാം കഴിക്കണമെന്ന് ഇപ്പോൾ ആഗ്രഹം മാത്രമല്ലേ, കഴിയില്ലല്ലോ. പൊയ്പോയ കാലങ്ങളിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യാൻ ഈശ്വര എനിക്കിനിയൊരു ജന്മം കൂടി തരണേ. രാവിലെയും ഡോക്ടർ പറഞ്ഞതല്ലേ നല്ല മാറ്റമുണ്ടെന്ന്. ഇനിയൊക്കെ സുഖമായി പഴയതുപോലെ നടക്കാൻ പറ്റും. ആ, ഇത് കഴിക്കേ. ഗായത്രി, പുറത്ത് ഇരുട്ടും ഇടിയും മഴയുമാണല്ലോ. കൊള്ളാം. ജനാലയിലൂടെ നോക്കി കണ്ടിട്ടാ ചോദിക്കുന്നത്? ഈ മഴയ്ക്കും മിന്നലിനും അപ്പുറത്തു നിന്ന് കാറ്റിന്റെ വേഗതയോടെ ഒരാൾ വരുന്നു. ഞാൻ കാണുന്നു ഗായത്രി. എന്നെ എന്തായി പറയുന്നത്? ഗായത്രി, എന്താ? നമ്മുടെ മോളുടെ ഫോട്ടോ എങ്കിലും എന്നെ ഒന്ന് കാണിക്കാമോ? ദൈവമേ, എന്റെ കയ്യിലില്ല. വെളുപ്പിന് ഗൗതമി ഇവിടെ എത്തിയിരിക്കും. ഞാനല്ലേ പറയുന്നത്. അവൾ വരും ഗായത്രി. ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ? വേണ്ട, എനിക്ക് വല്ലാതാവുന്നു. വെള്ളം ഇതാ ഗായത്രി. ഇതാ ഈശ്വര. അമ്മേ, മോളെ, നിനക്കറിയാമോ ആ പോയതാരാണെന്ന്? ബിലഹരി, നീ ഗൗതമിയെ ഒന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കാതെ ഇവിടെ ഇങ്ങനെ നിന്നതെന്താ? അവര് പോയത് നീ കണ്ടില്ലേ? ഞാൻ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കാനാ റോബിൻ? വെയിൽ തിളയ്ക്കുന്ന മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ ഒരമ്മയും മകളും. പക്ഷേ ഒരിക്കൽ ഇതേ താപം ആ അമ്മ ഒറ്റയ്ക്ക് അനുഭവിച്ചതല്ലേ? അന്ന് അമ്മയെ ആശ്വസിപ്പിക്കാൻ കഴിയാത്ത വേദനയിൽ ഗർഭപാത്രത്തിൽ കിടന്ന് അവൾ തേങ്ങിക്കരഞ്ഞിട്ടുണ്ടാവും. പാവം എൻ്റെ ഗൗതമി. അവർക്ക് വേണ്ടി പടർന്നു പന്തലിച്ച ഒരു തണൽ വൃക്ഷമാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. കഴിയും, എനിക്ക് കഴിയും. ആ, ഇവിടെ ഒരു സ്ത്രീ നിൽപ്പുണ്ടായിരുന്നല്ലോ, അവർ പോയോ? കുറെ മുമ്പ് ഇവിടെ കിടന്ന് കരഞ്ഞ സ്ത്രീ. അവർ ഇപ്പോൾ ഓട്ടോയിൽ കയറിപ്പോയി. സാർ ആരാ? അവരോടെന്തെങ്കിലും പറയണോ? ഞാൻ അഡ്വക്കേറ്റ് രാജേന്ദ്രൻ. അവരുടെ വീട് നിങ്ങൾക്കറിയാമോ? അറിയാം സാർ. ആ, എന്നാൽ ഈ കാറിലോട്ട് കയറുവാനേ. കോടികളുടെ സ്വത്താ മരിക്കും മുമ്പ് ഹരിപ്രസാദ് ഗായത്രിയുടെയും മകൾ ഗൗതമിയുടെയും പേരിൽ എഴുതി വച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം കഴിയും മുമ്പ് ഇത് ഗായത്രിയെ ഏൽപ്പിക്കണമെന്ന് ഹരിപ്രസാദ് സാർ എന്നെ ചുമതലപ്പെടുത്തിയിരുന്നതാ. പക്ഷേ ആ അമ്മ ഇത് സ്വീകരിക്കുമോ എന്ന സംശയമാണ് സാർ. ആ, ആണോ? ആ, എന്തായാലും നോക്കാം. അസ്തമിക്കാത്ത സൂര്യൻ നാടകം സമാപിക്കുന്നു. രചന കോന്നിയൂർ ഉഷ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഗായത്രി ആശാ റാഫി, ഹരിപ്രസാദ് വൃന്ദാവനം അനിൽകുമാർ, ഗൗതമി അമല മേരി, ബിലഹരി ശ്രീനാഥ് സുബ്രഹ്മണ്യം, മേഘന അരൂർ ശ്രീദേവി, മണി ജി ബാലചന്ദ്രൻ, കൂടാതെ ബിജു കല്ലുവാതുക്കൽ. സംവിധാന സഹായം VN ദീപ, M നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ. സംവിധാനം N വാസുദേവ്.